മാസാവസാനം വരുമ്പോൾ ഭൂരിഭാഗം ആളുകളുടെയും ബാങ്ക് അക്കൗണ്ട് ശൂന്യമായിരിക്കും. ശമ്പളം പോയ വഴി അറിയില്ല, വന്ന വഴി അറിയില്ല. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. പണം എവിടെയോ ചോരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. വരുമാനം കൂടുന്നുണ്ട് എന്ന് തോന്നും, പക്ഷെ കയ്യിലൊന്നും നിൽക്കില്ല. കഴിഞ്ഞ തവണ നമ്മൾ കക്കയിംബോ എന്ന ജാപ്പനീസ് ധനകാര്യ രീതിയുടെ അടിസ്ഥാന കാര്യങ്ങൾ സംസാരിച്ചു. നല്ല പ്രതികരണമായിരുന്നു ആ വീഡിയോയ്ക്ക് ലഭിച്ചത്. പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു തിയറി അല്ല, നമ്മുടെ സ്വന്തം അക്കൗണ്ടിന്റെ ഓഡിറ്റിംഗ് ആണ്. പലരും വിചാരിക്കുന്നത് വലിയ ചിലവുകളാണ് തങ്ങളുടെ സാമ്പത്തിക പരാജയത്തിന് കാരണം എന്നാണ്. ഒരു ഹോം ലോൺ അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി വാങ്ങിയത്, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പണം ചോർന്നത് വലിയ പാത്രത്തിൽ നിന്നല്ല, മറിച്ച് ചെറിയ ചെറിയ ഓട്ടകളിൽ കൂടിയാണ്. നമ്മുടെ ഡിജിറ്റൽ UPI ശീലങ്ങൾ തന്നെയാണ് ഇതിന് പ്രധാന കാരണം. പണ്ടൊക്കെ കയ്യിൽ നിന്ന് പണം എണ്ണിക്കൊടുക്കുമ്പോൾ നമുക്കൊരു വേദന തോന്നിയിരുന്നു, അല്ലെങ്കിൽ മനസ്സിനൊരു വിഷമം തോന്നുമായിരുന്നു. ഇത്രയും പൈസ ഞാൻ കൊടുത്തല്ലോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുമായിരുന്നു. ഇപ്പോഴൊരു QR കോഡ് സ്കാൻ ചെയ്യുന്നു, പണം പോകുന്നു. നമ്മുടെ പണം ചോരുന്നത് ഇവിടെയാണ്. RBIയുടെ ഏറ്റവും പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ് ഡേറ്റ പ്രകാരം രാജ്യത്തെ ഡിജിറ്റൽ ഇടപാടുകളിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ എത്രത്തോളം ഡിജിറ്റൽ പണത്തെ ആശ്രയിക്കുന്നു എന്നാണ്. പണം അക്കൗണ്ടിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ നമ്മൾ അത് അറിയുന്നതേ ഇല്ല. നമ്മൾ വിചാരിക്കുന്ന ബജറ്റ് ആയിരിക്കില്ല മാസാവസാനം വരുന്നത്. ഇത് ചെറിയ കാര്യമല്ല കേട്ടോ. നമ്മുടെ ചെറിയ ചിലവുകൾ അവ നമ്മുടെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങളുടെ പ്രഷർ കുറിച്ച് കയറി. ഒരു ചായ, ഒരു ലഘുഭക്ഷണം, ഒരു OTT സബ്സ്ക്രിപ്ഷൻ, ഇതൊക്കെയാണ് ചെറിയ തുകകൾ. 50-100 രൂപ മാത്രം. പക്ഷേ ഇവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ വലിയൊരു തുകയായി മാറും. ഇൻഫ്ലേഷൻ, അതായത് വിലക്കയറ്റം, നമ്മുടെ പണത്തിന്റെ മൂല്യവും കുറയ്ക്കുന്നുണ്ട്. അതിനൊപ്പം ഇത്തരം അനാവശ്യ ചിലവുകൾ കൂടി വരുമ്പോൾ സാമ്പത്തിക ഭദ്രത തകരും. കക്കയിംബോ രീതി പറയുന്നത് ഓരോ ചിലവിന് മുൻപ് നമ്മൾ 4 കാര്യങ്ങൾ സ്വയം ചോദിക്കണമെന്നാണ്. ആദ്യത്തെ കാര്യം, ഇതെനിക്ക് ശരിക്കും ആവശ്യമാണോ എന്നതാണ്. ഒരു പുതിയ ഫോൺ വിപണിയിൽ വരുമ്പോൾ നമ്മൾ അത് വാങ്ങാൻ ആഗ്രഹിക്കും. പക്ഷേ കയ്യിലുള്ള ഫോൺ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ആഗ്രഹം മാത്രമാണ്. ഓൺലൈൻ സെയിൽസ് അല്ലെങ്കിൽ ലിമിറ്റഡ് ടൈം ഡീൽ വരുമ്പോൾ പെട്ടെന്ന് തീരുമാനമെടുക്കും. ഇവിടെയാണ് രണ്ടാമത്തെ ചോദ്യം പ്രസക്തമാകുന്നത്. ഇത് ഇപ്പോൾ തന്നെ വാങ്ങേണ്ടതുണ്ടോ? അടുത്ത ആഴ്ച വാങ്ങിയാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ചെലവ് മാറ്റിവെക്കുക. അത് തന്നെയാണ് ബുദ്ധി. ജപ്പാനിൽ ഈ രീതി വികസിപ്പിച്ചെടുത്ത് പത്രപ്രവർത്തകയായ ഹാനി മോട്ടോക്കോ ആണ്. ഇത് 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലായിരുന്നു. അക്കാലത്ത് സ്ത്രീകൾക്ക് വീട്ടുചിലവുകൾ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇതുണ്ടാക്കിയത്. പക്ഷേ ഇത് ഇന്ന് ലോകമെമ്പാടും പ്രശസ്തമാണ്. കാരണം ഇത് വെറും ഒരു കണക്കെഴുത്തല്ല, മറിച്ച് നമ്മുടെ ഒരു ചിന്താഗതിയാണ്. നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നമുക്ക് താൽക്കാലികമായ ഒരു സന്തോഷം നൽകും. ഓൺലൈനിൽ ഒരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ആവേശം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഈ ഡോപ്പമിൻ്റെ കളിയാണ്. ആ സാധനം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ ആവേശം പതുക്കെ കുറയും. പിന്നീട് നമുക്കതൊരു അനാവശ്യ ചിലവായി മാറി എന്ന് തിരിച്ചറിയും. കക്കയിംബോ ഈ ഒരു ഡോപ്പമിൻ ലൂപ്പിനെ തകർക്കാൻ സഹായിക്കും. സാധനം വാങ്ങുന്നതിന് മുൻപ് 4 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തലച്ചോറിന് ചിന്തിക്കാൻ കുറച്ചുകൂടി സമയം കിട്ടും. ആ സമയം കൊണ്ട് തന്നെ പല അനാവശ്യ വാങ്ങലുകളും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ സമ്പാദ്യശീലത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും എന്ന് ചുരുക്കി പറയാം. മൂന്നാമത്തെ ചോദ്യം പണത്തിന്റെ ലഭ്യതയെക്കുറിച്ചാണ്. എനിക്കിത് വാങ്ങാൻ കഴിയുമെന്നതും എനിക്കിത് ചിലവാക്കാൻ കഴിയുമോ എന്നതും 2 കാര്യങ്ങളാണ്. പലരും അക്കൗണ്ടിൽ പണം ഉള്ളത് കൊണ്ട് മാത്രം സാധനങ്ങൾ വാങ്ങാറുണ്ട്. 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ കിടക്കുന്നത് അത് ചിലവാക്കി തീർക്കാനല്ല, നമ്മുടെ ഭാവിയിലെ സുരക്ഷയ്ക്കാണ്. നിക്ഷേപങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ബാങ്ക് ബാലൻസ് മറന്നു പോകാറുണ്ട്. ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറുമായി ചർച്ച ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിലാണ്. 4ാമത്തെ കാര്യം വികാരങ്ങളെ കുറിച്ചാണ്. ഈ സാധനം വാങ്ങിയാൽ എനിക്ക് എങ്ങനെ തോന്നും? ഒരു ദിവസത്തെ ആവേശം മാത്രമാണത്, അതോ വർഷങ്ങളോളം ഉപകാരപ്പെടുന്ന ഒന്നാണോ? സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം ഓൺലൈൻ ഷോപ്പിങ്ങും ഒരു താൽക്കാലിക ആവേശം മാത്രമാണ്. ആ സാധനം വീട്ടിൽ വന്ന് കവർ പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ സന്തോഷം തീരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്? ശരി, ഇനി ഇത് നമ്മളെ എവിടെ കൊണ്ടുപോകും എന്നാലോചിച്ചിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് ബജറ്റ് ഉണ്ടാക്കിയാൽ എല്ലാം ശരിയാകും എന്നാണ്. പക്ഷേ ബജറ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. അതിന് കൃത്യമായി ഓഡിറ്റ് ചെയ്യണം. ഒരു സാധാരണ കുടുംബത്തിന്റെ കഥ ഞാൻ പറയാം. മാസ വരുമാനം 60,000 രൂപയാണെന്ന് കരുതുക. അവരുടെ വാടക, EMI, കുട്ടികളുടെ പഠനം, കറണ്ട് ബില്ല് എല്ലാം കൂടി 40,000 രൂപ വരും. ബാക്കി 20,000 രൂപ എവിടെ പോകുന്നെന്ന് ചോദിച്ചാൽ പലർക്കും കൃത്യമായ മറുപടിയില്ല. അവർ വിചാരിക്കുന്നത് തങ്ങൾ വലിയ ചിലവുകൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നാണ്. പക്ഷെ അവരുടെ UPI ഹിസ്റ്ററി പരിശോധിച്ചാൽ കാര്യം മനസ്സിലാകും. ഫുഡ് ഡെലിവറി ആപ്പുകൾക്ക് നൽകിയ തുക, ഓൺലൈൻ വസ്ത്രവ്യാപാരം, ചെറിയ OTT സബ്സ്ക്രിപ്ഷനുകൾ, ചായക്കടയിലെ ചെറിയ പേയ്മെന്റുകൾ എന്നിവയെല്ലാം കൂട്ടുമ്പോൾ ഇത് 16,000 രൂപയോളമായി മാറിയിട്ടുണ്ടാകും. ഇത് ചെറിയ കാര്യമല്ല. നമ്മൾ അറിയാതെ നമ്മുടെ പണം ചോർന്നു പോകുന്ന വഴിയാണ്. എന്തിനാണ് ഈ പണം കളഞ്ഞതെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു കാരണവും ഉണ്ടാകില്ല. പണം പോയി കഴിഞ്ഞാണ് നമ്മളെപ്പോഴും ബോധവാന്മാരാകുന്നത്. ഇന്നത്തെ കാലത്ത് ജീവിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിപണിയിൽ സാധനങ്ങളുടെ വില എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ചിലവുകളെ കൃത്യമായി നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലാകും. പലരും വിചാരിക്കുന്നത് കൂടുതൽ പണം സമ്പാദിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ്. പക്ഷേ വരുമാനം കൂടുന്നതിനനുസരിച്ച് ചിലവുകളും കൂടുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. ഇതിനെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയും. ശമ്പളം കൂടുമ്പോൾ നമ്മൾ വലിയ വീട് നോക്കുന്നു, വലിയ വണ്ടി നോക്കുന്നു, കൂടുതൽ ആഡംബരമുള്ള ഹോട്ടലുകളിൽ പോകുന്നു. ഫലത്തിൽ മാസാവസാനം അക്കൗണ്ടിൽ അവശേഷിക്കുന്ന തുക പഴയതുപോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് പണം എത്ര സമ്പാദിക്കുന്നു എന്നതിനേക്കാൾ അത് എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിലാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ മാസശമ്പളത്തിന്റെ വലിയൊരു പങ്ക് ഇത്തരം കാര്യങ്ങൾക്കായി പോകുമ്പോൾ അടിയന്തര ആവശ്യങ്ങൾക്കായി പണമില്ലാതെ വരുന്നു. ഒരു ഹെൽത്ത് എമർജൻസി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു ചിലവ് വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിലാകും. ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതായത് FD പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് മാറ്റിവെക്കേണ്ട പണമാണ് നമ്മൾ ഇങ്ങനെ കളയുന്നത്. ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കുറയുമ്പോൾ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം ചെറുതല്ല. അത് നമ്മുടെ ജോലിയിലെ പ്രകടനത്തെയും ബാധിക്കും. പിന്നീട് നമ്മൾ ക്രെഡിറ്റ് കാർഡുകളെ ആശ്രയിക്കേണ്ടി വരും. അതോടെ കടബാധ്യത വീണ്ടും കൂടും. ഇതിൽ നിന്ന് പുറത്തു കടക്കുക എളുപ്പമല്ല. ചെറിയ ചിലവുകളെ നിയന്ത്രിക്കാൻ നമ്മൾ ശീലിച്ചാൽ വലിയൊരു സാമ്പത്തിക സുരക്ഷിതത്വം നേടാൻ കഴിയും. ഇതിന് വ്യക്തമായൊരു പരിഹാരമുണ്ട്. അടുത്ത 7 ദിവസം ഒരു ചലഞ്ചായി ഏറ്റെടുക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ പേയ്മെന്റും ഒരു ബുക്കിൽ എഴുതി വെക്കുക. 10-20 രൂപയായാലും അത് എഴുതി വെക്കാൻ മറക്കരുത്. മാസാവസാനം ഇത് കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലിയ തുകയാണ് ഇങ്ങനെ ചിലവാക്കുന്നതെന്ന് മനസ്സിലാകും. ഇത് പണം ചിലവാക്കാതിരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ പണം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഈ എഴുത്ത് സഹായിക്കും. പലരും പറയുന്നത് കേൾക്കാം, എനിക്ക് ശമ്പളം കുറവാണെന്ന്. ചിലപ്പോൾ അത് ശരിയായിരിക്കാം. പക്ഷെ പലപ്പോഴും പ്രശ്നം ശമ്പളം കുറവായതല്ല, പണം എവിടെയാണ് പോകുന്നതെന്ന് അറിയാത്തതാണ്. കക്കയിമ്പോ വഴി നമ്മുടെ പണവുമായി നമുക്കൊരു നല്ല ബന്ധമുണ്ടാക്കാൻ സഹായിക്കും. അത് സംഭവിച്ചാൽ സേവിങ്സും വരും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയും അവിടെ നിന്ന് തുടങ്ങും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരം കൂടുതൽ വ്യക്തിഗത ധനകാര്യ വീഡിയോകൾക്കായി ET മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് ഒരു SEBI രജിസ്റ്റേർഡ് അഡ്വൈസറുമായി ബന്ധപ്പെടുക.